പതിറ്റാണ്ടുകൾ മുൻപ് തിരുവനന്തപുരത്തെ വഞ്ചിയൂരിൽ വിശാലമായ പാടശേഖരമുണ്ടായിരുന്നു. പക്ഷെ നഗരവൽക്കരണം കടന്നു കയറിയപ്പോൾ ക്ഷേത്രവും ക്ഷേത്രക്കുളവും ആൽത്തറയും മാത്രം ബാക്കിയായി. നെൽകൃഷിയും കർഷകനുമൊക്കെ ഇല്ലാതായി. പക്ഷെ അന്നും ഇന്നും മാറ്റമില്ലാത്തതായ ഒരു ആചാരമുണ്ട്. ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കുള്ള ഈ കതിർക്കാള എഴുന്നള്ളത്ത്. പഴയകാലത്ത് കാർഷിക സമൃദ്ധിക്കായി കർഷക സമൂഹം അവർ വിളയിച്ച നെല്ല് ദേവിക്ക് സമർപ്പിച്ചിരുന്നു. കറ്റ വിതച്ച് കതിരാക്കി കതിർമണികൾ കൊണ്ട് മാല കെട്ടി ശ്രീപരമേശ്വരന്റെ വാഹനമായ നന്ദികേശന്റെ രൂപത്തിൽ നെൽക്കതിരുകൾ ഒരുക്കി ദേവിയെ പ്രാർത്ഥിച്ചു. മനുഷ്യൻ വിഷച്ചുവട്ടിൽ വിളക്ക് കത്തിച്ച് പൂജ തുടങ്ങിയ കാലം മുതൽ അവൻ ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ആദായത്തിൻ്റെ ഒരു ഭാഗം അവൻ സങ്കല്പിക്കുന്ന ദേവൻ അല്ലെങ്കിൽ ദേവിക്ക് സമർപ്പിക്കുമായിരുന്നു. അന്നത്തിന്മേൽ ബാലയായിട്ട് ഉഷസ്സിൽ ഗരുഡൻ്റെ മേൽ മധ്യാഹ്നത്തിൽ യുവതിയായി സായങ്കാലത്തെ വിധം കാളമേൽ വൃദ്ധയായിട്ടും ദേവിയെ അന്നത്തെ താപസ് വാഴ്ത്തി സ്തുതിച്ചിട്ടുണ്ട്. അപ്പോൾ കാളപ്പോത്തും ദേവിയെ പണ്ട് ഋഷീശ്വരന്മാർ കണ്ടിരുന്നു. അപ്പോൾ നെൽക്കതിരിൽ കാളയുണ്ടാക്കി, അതായത് നമ്മുടെ കാർഷിക സമൃദ്ധിക്ക് വേണ്ടി ദേവിക്ക് കാഴ്ചവെക്കുന്ന ഒരു കെട്ടുകാഴ്ചയാണിത്. പതിറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ നെല്ല് കിട്ടാതായി. പക്ഷെ ദൂരദേശത്ത് നിന്നും നെൽക്കതിരുകൾ എത്തിച്ച് ആറ്റുകാലമ്മയ്ക്കുള്ള സമർപ്പണം അവർ മുടക്കിയില്ല. ഇന്നും പഴയ ആവേശത്തോടെ കതിർക്കാളയെ ഒരുക്കുന്നു, നീണ്ട വ്രതശുദ്ധിയോടെ. ആറ്റുകാൽ ദേവീക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തിനെ പറയുന്ന നെല്ലമൺ അധികാരം എന്നാണ്. നെല്ലമൺ എന്ന് പറയുന്നത് തന്നെ അതൊരു വലിയൊരു ഏലയായിരുന്നു. അന്ന് മുടിപ്പര എന്നുള്ള ആറ്റുകാൽ മുടിപ്പരയിലേക്കുള്ള ഒരു നേർച്ച എന്നുള്ള ആ പ്രദേശത്തുള്ള ആൾക്കാരുടെ നേർച്ച. ആറ്റുകാൽ ഉത്സവത്തിന്റെ 7ാം നാൾ വഞ്ചിയൂരിൽ ആഘോഷമാണ്. കതിർക്കാളയെ ഒരുക്കിയിറക്കി ആൽത്തറയിലെ ദേവിക്ക് മുന്നിലെത്തിച്ച് ഊരു ചുറ്റി നാട്ടുകാരെ കാണും. മഹാവിഷ്ണുവിനെയും ശ്രീകണ്ഠേശ്വരനെയും വണങ്ങി ആറ്റുകാൽ ദേവി സന്നിധിയിലെത്തും. കതിർക്കാളയെ വണങ്ങി സർവൈശ്വര്യത്തിന്റെ പ്രതീകമായ കതിർമണികൾ സ്വീകരിച്ച ദേവി ഭക്തരും ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങുന്നു. ക്യാമറമാൻ VS ബിജുവിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.